ആദരണീയ സജ്ജനങ്ങളെ, ഒരു മഹത്തായ കൃത്യനിർവഹണത്തിൻ്റെ പരിസമാപ്തിയിലെത്തി നിൽക്കുന്ന സംതൃപ്തിയോടുകൂടിയിട്ടാണ് ക്ഷേത്ര മീഡിയ ഇന്ന് ഒരു അഭിമുഖം, പ്രത്യേകിച്ച് ഈ ഒരു മഹാദേവൻ്റെ ഉത്സവം 10 ദിവസങ്ങളിലൂടെ നീണ്ടുപോയ ഉത്സവത്തിൻ്റെ പരിസമാപ്തിയിലേക്ക് നമ്മൾ എത്തിച്ചേർന്ന കൊടിയിറക്ക് കഴിഞ്ഞ് നിൽക്കുന്ന ഈ ഒരു മുഹൂർത്തത്തിൽ ഇതിൻ്റെ പിന്നിൽ അഹോരാത്രം ഒരുപാട് വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യവും അതുപോലെ തന്നെ പങ്കാളിത്തവും സമർപ്പണ ഭാവേനയുള്ള കർമ്മനിരതയും ഇതിൻ്റെ പിന്നിലുണ്ട്. പക്ഷേ ഇതിനെയൊക്കെ നിയന്ത്രിച്ച് അതിൻ്റെ നേതൃത്വ സ്ഥാനത്ത് നിന്നുകൊണ്ട് വേണ്ട രീതിയിൽ ചിട്ടപ്പെടുത്തി ക്രമീകരിച്ച് കൊണ്ടുപോയ വ്യക്തിത്വങ്ങളെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ എക്സിക്യൂട്ടീവ് ഓഫീസർ, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, ഡെപ്യൂട്ടി കമ്മീഷണർ, അസിസ്റ്റൻറ്റ് കമ്മീഷണർ എന്നിങ്ങനെ പദവികൾ അലങ്കരിക്കുന്നുവെങ്കിൽ പോലും ആ പദവികൾക്കുമൊക്കെ അപ്പുറത്ത് മഹാദേവൻ്റെ ഉത്സവത്തിനായി വളരെയധികം അഹോരാത്രം എന്ന് തന്നെ പറയാം 24 മണിക്കൂറും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച് സമർപ്പണ ഭാവത്തിൽ അവർക്ക് എന്താ പറയുക, വ്യക്തി എന്ന രീതിയിലും കുടുംബം എന്ന രീതിയിലും ഒക്കെ എടുത്തു നോക്കിയാൽ ഔദ്യോഗികപരമായിട്ട് അപ്പുറത്ത് ഇതൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം മാറ്റിവെച്ച് ഈ ഔദ്യോഗികപരമായി ഏൽപ്പിച്ച കൃത്യനിർവഹണത്തിൻ്റെ ദൗത്യം പൂർത്തീകരിച്ച ഈ മഹത് വ്യക്തിത്വങ്ങളെ ക്ഷേത്ര മീഡിയ ഒന്ന് അനുമോദിക്കുകയാണ്. ആദരിക്കുകയല്ല, അനുമോദിക്കുകയാണ്. കാരണം അത് അവരർഹിക്കുന്നു എന്നുള്ളത് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ക്ഷേത്ര മീഡിയ അങ്ങനെ ഒരു കർത്തവ്യത്തിന് മുതിരുന്നത്. ഇത് ഞങ്ങൾക്ക് ലഭിച്ച ഒരവസരം, ആ അവസരത്തിന് തിരിച്ച് ഞങ്ങൾ ചെയ്യുന്ന ഞങ്ങളുടേതായ ഒരു നന്ദി സൂചകമായിട്ട് കൂടി ഇതിനെ കണക്കാക്കാം. ഏതായാലും ആദ്യം നമുക്ക് നമ്മുടെ എക്സിക്യൂട്ടീവ് ഓഫീസറെ ഒന്ന് അനുമോദിച്ചുകൊണ്ട്, ഞങ്ങളുടെ CEO ശ്രീ സതീശൻ നായർ അനുമോദിച്ചുകൊണ്ട്, ഒരു മൊമെൻറ്റോ നൽകി അനുമോദിച്ചുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് കടക്കാം. സർ, ഈ ഒരു മുഹൂർത്തം വളരെ അതിനെ ഒന്ന് വിലയിരുത്തുമ്പോൾ എന്താ പറയുക, നമ്മളെ 2-3 അഭിമുഖങ്ങളിലൂടെ എല്ലാം പറഞ്ഞു കഴിഞ്ഞെങ്കിലും ഇനി പറയാൻ ബാക്കി വെച്ചത് 1-2 ദിവസത്തിൻ്റെ കൂടിയാണ്, ആ സമാപ്തിയാണ്. അതും കൂടി ഇപ്പോൾ നമുക്ക് പറയുമ്പോൾ അല്ലെങ്കിൽ പറയേണ്ടി വരുന്ന സാഹചര്യം, അത് മനസ്സ് നിറഞ്ഞ് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? ഭഗവാന്റെ ഈ വർഷത്തെ ഉത്സവം അത് അടയാളപ്പെടുത്തുന്നത് ഒരു ചരിത്ര മുഹൂർത്തത്തിലായിരിക്കും തീർച്ചയായും. കാരണം ഇനിയുമുള്ള കാലങ്ങളിൽ 2025 ഉത്സവവുമായിട്ടായിരിക്കും താരതമ്യപ്പെടുത്തുന്നത്. അതിൽ മേലെയാണോ അതിൽ താഴെയാണോ, അത്തരത്തിലൊരു ഉത്സവമാണ് ഇത്തവണ നടത്തുവാൻ സാധിച്ചത്. അത് എല്ലാ തരത്തിലും, അത് ഭക്തജന പങ്കാളിത്തം കൊണ്ടാണെങ്കിലും, കലാകാരന്മാരുടെ പങ്കാളിത്തം കൊണ്ടാണെങ്കിലും, വാദ്യകലാകാരന്മാരുടെ പങ്കാളിത്തം കൊണ്ടാണെങ്കിലും, ഇവിടെ വന്ന് എഴുന്നള്ളിച്ചു പോയ ആനകളുടെ ഒക്കെ പ്രശസ്തിയുടെ കാര്യത്തിലാണെങ്കിലും, താന്ത്രിക ചടങ്ങുകളുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെയും എല്ലാ മേഖലയിലും വൈവിധ്യമാണ്. പിന്നെ അതോടൊപ്പം ഞങ്ങളുടെ ഇത്രയും ആളുകൾ വന്നുപോയ ഒരു തിരുമുറ്റമാണിതെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ രാവിലെ 1 മണിക്കൂർ കഴിഞ്ഞതേ ഉള്ളൂ കൊടിയിറക്കി കഴിഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ എല്ലാ സമസ്ത മേഖലയിലും സമ്പൂർണ്ണ വിജയമെന്ന അവകാശം, സമ്പൂർണ്ണ സമർപ്പണമായി നടത്തിയ ഒരു തിരുവുത്സവത്തിൻ്റെ പൂർണ്ണമായി നടത്തിയ ഈ വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ഒരു മഹോത്സവം, അത് വിജയിപ്പിക്കാനായിട്ട് എല്ലാവരും തങ്ങളാലാവും വിധം കൈമൈ മറന്ന് അത് ചെയ്തു. അതോടൊപ്പം ഈ നാട്ടിലെ ഭക്തജനങ്ങളുടെ അകമഴിഞ്ഞ, അത് രാഷ്ട്രീയ മറ്റ് ജാതി മത സമുദായ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ അവരെല്ലാവരും ദേശദേവൻ്റെ തിരുവുത്സവം ഭംഗിയാക്കുന്നതിനായി ഒരുമിച്ച് ചേർന്നു. അതാണ് ഈ ഉത്സവത്തിൻ്റെ വിജയത്തിന് ആധാരം. തീർച്ചയായിട്ടും അതിരുകൾക്കപ്പുറത്ത് മാനവ സ്നേഹത്തിൻ്റെയും അതുപോലെ തന്നെ കൂട്ടായ്മയുടെയും കൂടിച്ചേരലിൻ്റെയും ഒത്തൊരുമയുടെയും ഒക്കെ സതുദാഹരണമായിരുന്നു ഈ മഹോത്സവം. അത് ദശദിനങ്ങളിലൂടെ നീണ്ടുപോയപ്പോൾ അതിൻ്റെ അക്ഷരാർത്ഥത്തിൽ അത് എല്ലാവർക്കും സാർ പറഞ്ഞതുപോലെ ഒരു ചരിത്ര സംഭവം തന്നെ ആയിരുന്നു എന്ന് പറയാം. ഇനി നമുക്ക് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, അതായത് ഇന്നിവിടെ ഈ ഉത്സവത്തിന് എത്തിച്ചേർന്നിട്ടുള്ള ഒരു ഭക്തജന എന്താ പറയുക പുരുഷാരങ്ങളിൽ ഒരു 75-80% പേർക്കും പറയാനുണ്ടായിരുന്നത് ഒരു പേര് മാത്രമായിരുന്നു. ഇവിടുത്തെ പുതിയ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ വന്നപ്പോൾ മാറ്റങ്ങൾ കണ്ടു, അത് വളരെ സന്തോഷമുണ്ട് എന്ന്. അപ്പോൾ ചില പറഞ്ഞു കേട്ടിട്ടുണ്ട്, ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറുമെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ ഒരു ചരിത്രം വഴിമാറിയ ഒരു അനുഭവമാണ് ഇപ്പോൾ പറയുവാനുള്ളത് ഈ ഉത്സവത്തെ സംബന്ധിച്ച് പലർക്കും. അത് അങ്ങയുടെ ഒരു എന്താ പറയുക, ഇപ്പോൾ
സാറ് പറഞ്ഞതുപോലെ എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നു. പക്ഷേ അതിന് വേണ്ട രീതിയിലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ആവിഷ്കാരങ്ങൾ ആസൂത്രണം ചെയ്യുവാൻ ഒരാളുണ്ടായി. അതിൻ്റെ ഒരു പരിണിത ഫലമാണ് നമുക്ക് ഇന്ന് അനുഭവിക്കാൻ കഴിഞ്ഞു. ഈ ഒരു സന്തോഷം എന്നാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് സാർക്ക്. ഇവിടെ 2024 ജൂണിലാണ് ഇവിടെ നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായി ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ അന്ന് മുതൽ തന്നെ നമ്മൾ ആരംഭിച്ച ഈ ഉത്സവത്തിന് മുന്നോടിയായുള്ള പ്രവർത്തനങ്ങൾ അത് പൂർണ്ണമായും വിജയത്തിലെത്തി എന്നുള്ളതിന് തെളിവാണ് ഈ ഉത്സവം അതിഗംഭീരമായി പൂർത്തീകരിച്ച് ഭക്തജനങ്ങൾ അത് ഏറ്റെടുക്കുകയും എല്ലാവരും സന്തോഷത്തോടു കൂടി ഈ ഉത്സവത്തെ വരവേറ്റത്. അപ്പോൾ അതിലെല്ലാവരും ഞങ്ങളെല്ലാവരും തന്നെ, ഇത് ഞാൻ മാത്രമല്ല ഒരുപാട് പേരുണ്ട്, ആ എല്ലാവരും കൂടെ ചേർന്ന് ആ ഒരു കഠിന പ്രയത്നത്തിൻ്റെ ഒരു റിസൾട്ട് തന്നെയാണ് ഈ ഒരു ഉത്സവത്തിൻ്റെ ഒരു മികച്ച വിജയം എന്ന് നമുക്ക് പറയാവുന്നതാണ്. കൂടാതെ നമ്മൾ ആദ്യം മുതൽ തന്നെ നമ്മൾ ഇത്രയും മേളക്കാരും പഞ്ചവാദ്യക്കാരും പിന്നെ ചിത്രചേച്ചി അങ്ങനെ ആനകൾ ഇതെല്ലാം നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ നമുക്കുണ്ടായിരുന്ന പ്രധാന ഒരു വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കൃത്യമായ സ്പോൺസർമാരെ കണ്ടെത്തുക എന്നുള്ളതാണ്. അത് ലഭിക്കുമെന്ന് നമ്മളൊരു ആത്മവിശ്വാസം, ഭഗവാൻ നമ്മളുടെ കൂടെ ഉണ്ടായിരിക്കും എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളത് മുന്നോട്ട് പോയി. അതെ മുന്നോട്ടിറങ്ങി. അത് ഒത്തിരി നല്ലൊരു ടാസ്ക് ആയിരുന്നു എന്നുണ്ടെങ്കിൽ പോലും അടുത്ത വെല്ലുവിളി അതെ പല വിമർശനങ്ങൾ ഉണ്ടായെന്നുണ്ടെങ്കിൽ പോലും അതിൽ നിന്ന് നമ്മൾ പിന്തിരിയാതെ ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ നടത്തുവാൻ വേണ്ടി ശ്രമിച്ചു. ആ വിമർശിച്ചവർ തന്നെ ഇപ്പോൾ നല്ലതെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ പൂരപ്പന്തൽ അത് നല്ല രീതിയിൽ ഏറ്റവും നല്ല ഉത്സവത്തിൻ്റെ ഒരു കാഴ്ചയ്ക്ക് ഏറ്റവും അനുഭൂതി ഉണ്ടാക്കുന്ന വ്യത്യസ്ത മതസ്ഥരുള്ളവർ പോലും വന്ന് അത് കണ്ട് നല്ല രീതിയിൽ അഭിപ്രായം ഉണ്ടായ ഒരു ഇതാണ്. അങ്ങനെ എല്ലാം കൊണ്ടും നല്ല രീതിയിലുള്ളൊരു ഉത്സവമായിരുന്നു. ഇപ്പോൾ നമ്മൾ ഉത്സവ ദിവസം 10 ഉത്സവം കഴിഞ്ഞ് നിൽക്കുമ്പോൾ പോലും നമുക്ക് തരത്തിലൊരു വിഷമമാണുള്ളത്. അല്ലാതെ 10 ദിവസം കഴിഞ്ഞു ഇനി സമാധാനം എന്നുള്ളതല്ല. ഓരോ ദിവസങ്ങൾ അതെ ഓരോ ദിവസം കഴിയുമ്പോൾ കഴിഞ്ഞല്ലോ എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇത് വിഷയം മാത്രമേ നമുക്ക് ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഇതിനകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് ബഹുമാനപ്പെട്ട എക്സിക്യൂട്ടീവ് ഓഫീസർ മുരാരി സാറിനാണ്. കാര്യം അതെ ഞങ്ങൾ അതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ ഈ മേളങ്ങളായാലും പഞ്ചവാദ്യങ്ങളായാലും നമ്മൾ കോർഡിനേറ്റ് ചെയ്താലും നമ്മളൊരു ഉത്സവം നടത്തിക്കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ കൃത്യമായ ദിവസങ്ങളിൽ എന്തൊക്കെ ചടങ്ങുകളുണ്ടെന്നും എന്തൊക്കെ എപ്പോഴും നടക്കുന്നുണ്ടെന്നും കൃത്യമായ ഒരു അറിവ് നമുക്കുണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ പുതുതായിട്ട് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായി ചാർജ് എടുക്കുമ്പോൾ ഇവിടെ ജോലി ചെയ്യാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമുക്കത് പറഞ്ഞുകൊണ്ടുള്ള അറിവുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയും വിപുലമായി നമ്മൾ നടത്തുമ്പോൾ അതിൽ ചെറിയ ന്യൂനതകൾ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്സവത്തിനെ മുഴുവനായിട്ട് അത് ബാധിക്കും. അത് ഉണ്ടാകാതിരിക്കുന്നതിലേക്ക് വേണ്ടി ഞാനത് സാറിൻ്റെ അടുത്ത് ഒരു സഹായം അഭ്യർത്ഥിച്ചു. അപ്പോൾ ശബരിമല എന്ന് പറയുമ്പോൾ അതിപ്രധാനമായിട്ടുള്ള ക്ഷേത്രമാണ്. ഏറ്റവും ഭയങ്കരമായി തിരക്കും ആ ജോലിയും എല്ലാം ഉണ്ട്. എങ്കിൽ പോലും സാറിന് ആ ഒരു ഉത്സവം പൂരം ആ രീതിയിലൊക്കെ ഉള്ള ഒരു കൺസെപ്റ്റിനോട് താല്പര്യമുള്ള ഒരു വ്യക്തി ആയതുകൊണ്ടാണ് നമുക്ക് ആ തിരക്കിനിടയിലും, അതായത് സീസൺ നവംബറിനും ജനുവരിക്കും ഇടയിലുള്ള 60 ദിവസം ഇടയിൽ പോലും ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ, അതായത് വിളിച്ച് ഞാൻ ചോദിക്കുന്ന സംശയങ്ങൾക്ക് കൃത്യമായ മറുപടി, ചിലപ്പോൾ രാത്രി 11 മണിക്കായിരിക്കും 12 മണിക്കായിരിക്കും മെസ്സേജ് വരുന്നത്. അപ്പോൾ അതിനിടയിൽ പോലും സമയം കണ്ടെത്തി ഞങ്ങൾക്ക് കൃത്യമായ നിർദ്ദേശം തന്നു എന്നുള്ളതിന് ഭയങ്കരമായിട്ടുള്ളൊരു നന്ദി നമുക്കുണ്ട്. അപ്പം അതിന് ശേഷം സാറിപ്പോൾ അതിന് നമ്മൾ 10 ദിവസം നിയമപ്രകാരം നമ്മൾ പിന്നെ അത് റിക്വസ്റ്റ് ചെയ്തു. സാറ് ഡ്യൂട്ടിക്ക് നമ്മൾ ഇവിടെ സ്പെഷ്യൽ ഓഫീസറായി സാറിനെ നിയമിച്ചു. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കണ്ടു കാണുമായിരിക്കും, ഞങ്ങൾ ഉറങ്ങുമ്പോഴും സാർ ഉറങ്ങുന്നില്ല. അതെ, അപ്പോൾ ആ രീതിയിൽ അതെ. അതായത് നമ്മളെ ഇപ്പോൾ സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കുമ്പോൾ നിർദ്ദേശങ്ങൾ നൽകുക എന്നതൊന്നല്ല, അത് പ്രവർത്തിക്കുക എന്നുള്ള രീതിയിലാണ്. അതെ നമ്മളെക്കാൾ കൂടുതൽ പ്രാവർത്തികമായിട്ടുള്ള കാര്യങ്ങൾ ഇടപെടുകയും കൃത്യമായ രീതിയിൽ സമയങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് എഴുന്നള്ളത്തുകൾ നടത്തുവാനും അങ്ങനെ 10 ദിവസത്തെ ആ ഒരു ചിട്ടയായ രീതിയിൽ ഉത്സവം പൂർത്തീകരിക്കാൻ സാധിച്ചത് അത് സാറിൻ്റെ ആ ഒരു സഹായം കൊണ്ടതാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും സാറിനൊരു നന്ദി നമ്മളതിൽ അറിയിക്കുന്നു. ഒരുപക്ഷെ നമ്മളത് സഹായിച്ചില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത്രയും ശോഭ അതിനകത്ത് ഉണ്ടാവണമെന്നില്ല. അതിന് കൃത്യമായ കാരണങ്ങളും അതിനകത്തുണ്ട്. അതെ. അതിൻ്റെ കൂടെ നമ്മുടെ ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണർ ശ്രീലേഖ സാർ, അസിസ്റ്റന്റ് കമ്മീഷണർ കവിതാജി നായർ എന്നിവരെല്ലാവരുടെയും, പിന്നെ നമ്മുടെ മേള സംയോജനമായിട്ടുള്ള മാലം മനോജ്, പിന്നെ നമ്മുടെ സ്റ്റാഫായ മഹേഷ്, ഈ മഹേഷും മാലം മനോജ് നമ്മളെ ഏകദേശം കഴിഞ്ഞ ആഗസ്റ്റ് മുതൽ തുടങ്ങിയ
രാവും പകലും നമ്മൾ കഷ്ടപ്പെട്ടത്. അതെ അതെ അതെ, അവർ മാത്രമല്ല, നമ്മൾ ഇതെല്ലാം നമ്മൾ ബുക്ക് ചെയ്യുന്നതിന് മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മെനഞ്ഞാന്ന് ഇൻ്റർവ്യൂ ചെയ്തിട്ടിരുന്ന ബിനിച്ചേട്ടൻ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഒന്നിന് നമ്മൾ ഓരോരോ വ്യക്തികളെ നമ്മൾ വിട്ടുപോകുന്നില്ല. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇതിൻ്റെ ഒരു കോർഡിനേഷനിലെത്തി പ്രോഗ്രാം എല്ലാം ഫിക്സായ സമയത്ത് നമുക്കുണ്ടായ ഒരു വെല്ലുവിളിയാണ് നമുക്ക് സ്പോൺസറെ കിട്ടുമെന്നുള്ളത്. അത് ഇവിടെ ഏറ്റവും അപ്പോൾ എല്ലാവരും ആ സമയത്താണ് അറിഞ്ഞു തുടങ്ങി ഇത്രയും വലിയൊരു ഉത്സവമാണ് നടക്കുന്നതെന്നുള്ളത്. സാധാരണഗതിയിൽ നടന്നു പോകുന്ന ഒരു ഉത്സവത്തിനെ സംബന്ധിച്ച് വലിയ ഒരു പ്രകമ്പനോ കാര്യങ്ങൾ ഉണ്ടാവാറില്ല. കാര്യം തൊട്ട് തലേ ദിവസം നോട്ടീസ് ഇറങ്ങും, അതിനകത്ത് ഒരു അത്യാവശ്യമുള്ള പ്രോഗ്രാമുകൾ കാണും, അതങ്ങ് നടന്നു പോകുന്നുള്ളതിനല്ലാതെ ഇത്രയും വിപുലമാണ് എന്നറിഞ്ഞപ്പോൾ അവർക്കും തന്നെ ഒരു ടെൻഷൻ ഉണ്ടായി. അപ്പോൾ ഏറ്റുമാനൂരപ്പൻ്റെ ഉത്സവം നടത്തണമെന്ന് അവർക്കും താല്പര്യം വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ ജോലി സമയങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ഞങ്ങളോടൊപ്പം വന്ന് ആ രീതിയിൽ 1 മാസത്തോളം പ്രവർത്തനം നടത്തിയാണ് നമുക്ക് അതിൻ്റെ സ്പോൺസർഷിപ്പും കാര്യങ്ങളും ഉണ്ട്. അവർക്ക് നമ്മൾ നന്ദി പറഞ്ഞ് ഇതിനകത്ത് സാധിക്കുകയുള്ളൂ. പിന്നെ ഇതിനെല്ലാം നമുക്ക് പ്രചോദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത് സാർ ഞാനിവിടെ ജോയിൻ ചെയ്ത സമയത്ത് സാറ് വന്ന് ആദ്യ സമയത്ത് നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്, നമുക്ക് നല്ല രീതിയിൽ ക്ഷേത്രം നോക്കണം, നല്ല രീതിയിൽ ഉത്സവം നടത്തണം എന്നുള്ളത്. നമ്മൾ ആ ഒരു ഉത്തരവാദിത്വം കൃത്യമായി നിറവേറ്റി. അതുകൂടെ തന്നെ നമ്മൾ ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രി വാസവ സാറിൻ്റെ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ്, മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ കാര്യങ്ങളിൽ പോലും ഉണ്ടാകുന്ന വിമർശനങ്ങൾ അത് വലുതായിരിക്കും എന്നുള്ളതിനാൽ അത് ഞങ്ങൾ ചെറിയ കാര്യങ്ങളിൽ പോലും നല്ല രീതിയിൽ ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ്. വാസവ സാറിന് ഭയങ്കരമായ രീതിയിൽ താല്പര്യം ഉള്ള ഒരു ക്ഷേത്രം കൂടെയാണ് ഏറ്റുമാനൂർ ക്ഷേത്രം. നല്ല രീതിയിൽ ഉത്സവം നടത്തണം, നല്ല രീതിയിൽ അതിന് ചെയ്യണം. അപ്പോൾ അതെല്ലാം ആ ഒരു പ്രചോദനങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ ഉത്സവം നല്ല രീതിയിൽ നടത്തണമെന്നുണ്ട്. നമുക്ക് ആരെങ്കിലും വലിയ ആൾക്കാർ പറയുമ്പോഴാണല്ലോ നമുക്ക് നടത്തണം എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടാകുന്നത്. അങ്ങനെ ആ ദേവസ്വം മന്ത്രിയുടെയും ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെയും ഒക്കെയുള്ള നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടെ തന്നെയാണ് നമ്മൾ ഈ രീതിയിൽ വിപുലമായി ഈ ഉത്സവത്തിനെ ചാർട്ട് ചെയ്യുകയും തുടർന്ന് ഭഗവാന്റെ ഒരു അനുഗ്രഹത്തോടു കൂടി ഒന്നിൽ നിന്നും 2-3 രീതിയിലേക്ക് അത് വളർന്നുപോയി. അപ്പം നമ്മൾക്കത് മനസ്സിലാവുന്നത് ആഴത്തിൽ ഇറങ്ങുമ്പോഴാണ്. കാര്യം വ്യത്യസ്ത കാരണങ്ങളാൽ കൊണ്ട് തന്നെ അത് വിപുലമായി തന്നെ അത് പോകുന്നു. അതെ 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 അതെ, തീർച്ചയായിട്ടും എടുക്കുമ്പോൾ 1, തൊടുക്കുമ്പോൾ 10, കൊള്ളുമ്പോൾ 1000 എന്ന് പറഞ്ഞതുപോലെ തുടങ്ങി വെച്ചത് എപ്രകാരമാണോ ആസൂത്രണം ചെയ്തു വന്നത് അത് പര്യവസാനിപ്പിക്കുമ്പോൾ തീർച്ചയായും ഒരു മഹാഭാരത കഥയിൽ പറയുന്നത് പോലെ ആശയങ്ങൾ തമ്മിലുള്ള സംഘട്ടനം എന്ന രീതിയിൽ അത് എപ്രകാരമാണോ ഭാരതകഥ അവസാനിക്കുന്നത് എന്ന പോലെ ഉത്സവം പരിസമാപ്തി കുറിക്കുമ്പോൾ ബഹുദൂരം എത്രയോ ജനഹൃദയങ്ങളിലേക്ക് ഈ ഉത്സവം ഇറങ്ങിച്ചെന്നത് ഈ പറഞ്ഞ വ്യക്തിത്വങ്ങളുടെയൊക്കെ കൂട്ടായ്മ കൊണ്ടും കൂടിച്ചേരൽ കൊണ്ടും അവരുടെ അധ്വാനം കൊണ്ടും ശ്രമം കൊണ്ടും മാത്രം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഉത്സവത്തിൻ്റെ ചുക്കാൻ പിടിച്ച ബാക്കി എല്ലാവരും കൂടെ നിന്നെങ്കിലും നേതൃസ്ഥാനത്ത് നിന്ന ശ്രീ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അരുൺ സർ അവറുകളെ ക്ഷേത്ര മീഡിയ CEO ശ്രീ സതീശൻ നായർ ഒരു പൊന്നാട അണിയിച്ച് ഒരു ഉപഹാരം നൽകി അദ്ദേഹത്തെ അനുമോദിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ചെറിയ ഒരു കാര്യമായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത്. തുടർന്ന് നമ്മുടെ ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണർ ശ്രീലത മാം ഇന്നലെ ആറാട്ടുകടവിൽ വെച്ചാണ് ഞങ്ങൾ അവിടെ സ്ക്രീനിലിരുന്ന കണ്ടത്. ഞാൻ അവിടെ പോയി അഭിമുഖം നടത്തി ആ കമ്മിറ്റിക്കാരെയൊക്കെ പരിചയപ്പെടുത്തി കഴിഞ്ഞതിന് ശേഷം തിരിച്ചിവിടെ വന്ന് ഇവിടെ ഞങ്ങളത് ലൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 2 പേരും അവിടെ നിന്ന് അതിന് വേണ്ടുന്ന രീതിയിലുള്ള നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നതായിട്ട് കണ്ടു. ഏതായാലും ഇത്രയും സമയം ഞങ്ങൾ കുറേ ദിവസങ്ങളായിട്ട് മാഡത്തിൻ്റെ ഒരു അഭിമുഖത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, കിട്ടിയില്ല, നേരിട്ട് കാണാൻ കഴിഞ്ഞില്ല. എന്തായാലും എന്താണ് മാഡം ഈ ഒരു വലിയൊരു ഉത്സവം ഇത്രയും സാറിനെ പോലുള്ളവരുടെയൊക്കെ നേതൃത്വത്തിൽ ഇത്രയും മഹത്തായ ഒരു ഉത്സവം ജനങ്ങൾക്ക് നമ്മൾ സമ്മാനിച്ചു. അപ്പോൾ ഈ ഒരു ഉത്സവത്തിൻ്റെ നേതൃത്വത്തിൽ നിൽക്കുന്ന ഡെപ്യൂട്ടി കമ്മീഷണർ എന്ന രീതിയിൽ മാഡത്തിന് എന്താണ് പറയാനുള്ളത്? ഭഗവാന്റെ അനുഗ്രഹത്തിലെല്ലാം വളരെ നന്നായിട്ട് നടന്നു. അതിൽ ഏറ്റവും എഫേർട്ട് എടുത്ത് ചെയ്തത് എക്സിക്യൂട്ടീവ് ഓഫീസർ മുരാരി ബാബു സാറ്, പിന്നെ അരവിന്ദ് സബ്രിപോ, ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അരവിന്ദ്. അവരുടെ എഫേർട്ട് എത്രയും നാൾ മുമ്പേ തുടങ്ങിയതാണ്. ഇദ്ദേഹമാണ് ശബരിമലയിലെ തിരക്കുകൾ മാറ്റി വെച്ചിട്ട് ഇവിടെ വന്ന് ഞങ്ങൾക്ക് വേണ്ടി ഇത്ര ദിവസം ഫുൾ ടൈം സജീവമായിട്ടുണ്ട്. അതിന് പറയാൻ വാക്കുകളൊന്നുമില്ല. ഇത്രയും കൂട്ടായിട്ട് നിന്ന് ചെയ്തു തന്ന എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയത്തില്ല. അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിയുന്ന വലിയൊരു ഭാഗ്യം തന്നെയാണ് എൻ്റെ. അത്രേ പറയാനുള്ളൂ. തീർച്ചയായിട്ടും മഹത്തായ കർമ്മങ്ങളാണ് ഇവിടെ നിർവഹിച്ചത്. അതിൻ്റെ ഒരു ഭാഗമായി തീരാൻ സാധിച്ചു എന്ന് പറയുന്നത് ഒരു ഭാഗ്യമായി കരുതുന്നു. പ്രത്യേകിച്ച് മഹാദേവൻ്റെ അനുഗ്രഹം എന്നാണ് ശ്രീധാമ്യം പറയുന്നത്. ഏതായാലും അവർക്ക് ഞങ്ങളുടെ ഒരു ആദരവ് ചെറിയൊരു പൊന്നാട അണിയിച്ച് അവരെ ഒരു മൊമെൻ്റോ നൽകി അവർക്ക് ഒരു അനുമോദനം ക്ഷേത്ര മീഡിയയുടെ നൽകുകയാണ്. അതുപോലെ തന്നെ കവിത ജി മാഡം,
അത് അവർ ഇവിടെ ഞാൻ ഞങ്ങൾ 2-3 ദിവസം മുമ്പ് ഒന്ന് സംസാരിച്ചപ്പോൾ തന്നെ അയ്യോ വേണ്ട, എനിക്കൊന്നും സംസാരിക്കാനൊന്നും അങ്ങനെ വശമില്ല, ഞാൻ അങ്ങനെ ഒന്നും ശീലിച്ചിട്ടില്ല, അതൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കിയാണ്. എന്നാലും മേഡം ഞങ്ങളുടെ ഒരു സന്തോഷത്തിനൊരു 2 വാക്ക് പറയണം എന്ന് പറഞ്ഞിരുന്നു. ഏതായാലും വളരെ എന്താ പറയുക, നിശബ്ദമായി പ്രവർത്തിക്കുക എന്ന് പറയുന്ന രീതിയിലാണ് ഞങ്ങൾ വീക്ഷിച്ചത്. അപ്പോൾ അവരോടൊപ്പം നിന്ന് ഇത്രയും നല്ല ഒരു ഉത്സവത്തിൽ പങ്കാളിയാകുവാൻ സാധിച്ചല്ലേ മേഡത്തിന് എന്താണ് പറയാനുള്ളത്? എനിക്ക് ഒരുപാട് സന്തോഷം, ഇങ്ങനെ ഒരു എന്താ പറയുക വലിയൊരു ഉത്സവത്തിൽ പങ്കെടുക്കാൻ എനിക്കൊരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. പിന്നെ അതിൽ ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്തത് ശരിക്കും പറഞ്ഞാൽ AO ആണ്. പിന്നെ മുരാരി സാറിൻ്റെ ഹെൽപ്പ്. അപ്പം സാർ പറഞ്ഞ പോലെ എനിക്ക് എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. ഒരുപാട് സന്തോഷം. അത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഏറ്റുമാനൂരപ്പൻ്റെ അനുഗ്രഹം. നേരത്തെ സാർ പറഞ്ഞു ഇതൊരു ചരിത്രത്തിന്റെ ഭാഗമാകും. ആ ചരിത്രത്തിന്റെ ഭാഗമാകുന്ന അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ആ ചരിത്രത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ അവർക്ക് എല്ലാവർക്കും എൻ്റെ ഒരു നന്ദി രേഖപ്പെടുത്താണിത്. തീർച്ചയായിട്ടും ചരിത്രത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞ കവിതാ മേഡത്തിന് ആ ചരിത്രത്തിന്റെ ഭാഗമാകാൻ ഞങ്ങൾക്കും സാധിച്ചതിലുള്ള സന്തോഷം പങ്കുവെച്ചുകൊണ്ട് ഒരു ആദരവ് അവർക്ക് നൽകുകയാണ്. തീർച്ചയായിട്ടും ഇതും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ക്ഷേത്ര മീഡിയ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്ര മുഹൂർത്തം തന്നെയാണ്. പിന്നെ നമ്മുടെ മഹേഷ്ജിയെ കുറിച്ച് പറയാൻ വാക്കുകളില്ല. കാരണം അദ്ദേഹം ഏതു സമയത്തും അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഉണർന്ന് പ്രവർത്തിക്കുക എന്നൊക്കെ പറയില്ലേ, അത് ഓഫ് ചെയ്ത് ചരിത്രമില്ലെന്ന് തോന്നുന്നു. ഈ ഉത്സവത്തിൻ്റെ ഇനിയിപ്പോൾ എത്ര ദിവസം അങ്ങനെ നിൽക്കുന്നും പറയാൻ പറ്റില്ല. കാരണം ഏതൊരു വിഷയത്തിലും അദ്ദേഹം എപ്പോഴും എൻഗേജ്ഡ് ആയിരുന്നു. 24 മണിക്കൂറും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച മഹേഷ്ജി, അദ്ദേഹത്തിന് എത്ര നന്ദി പറഞ്ഞാലും, ഞങ്ങൾക്ക് നന്ദി പറഞ്ഞാലും മതിയാവില്ല. കാരണം ഞങ്ങളോട് അത്രയും സ്നേഹപരമായി പെരുമാറി, ഞങ്ങളിൽ ഒരാളെ പോലെ, ഞങ്ങളെ ഈ ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പിൽ ഒരാളെ പോലെ ഞങ്ങളെ കണ്ട് സ്നേഹിച്ച മഹേഷ്ജിക്ക് ക്ഷേത്ര മീഡിയയുടെ ഒരു ഉപകാരം ഞങ്ങളുടെ CEO സതീശൻ നായർ നൽകുകയാണ്. ഒരു പൊന്നാടയും അദ്ദേഹത്തിന് നൽകി ആദരിക്കുകയാണ്. അടുത്തായിട്ട് നമ്മുടെ ഒരു മഹേഷ്ജി ഇന്നലെ ജയറാംജിയുടെ അടുത്ത് സംസാരിക്കാൻ പറഞ്ഞപ്പോൾ സന്തോഷം എന്ന 3 അക്ഷരം മാത്രമേ പറഞ്ഞുള്ളൂ. ഇനി എന്താണ് ഇന്ന് പറയേണ്ടത്? ഇത്തിരി വിശദീകരിച്ച് പറയും. സന്തോഷം ഓടി നടന്ന് അല്ലേ ഈ ഉത്സവത്തിൻ്റെ എല്ലാ വിഷയങ്ങളിലും ശ്രദ്ധ ചെലുത്തുമ്പോൾ എന്താണ് പറയാ? ഒരു 2 വാക്ക്. മഹാദേവൻ്റെ ഉത്സവമല്ലേ? മഹാദേവൻ ഞങ്ങളുടെ ഭഗവാന്റെ. അതെ, ഭയങ്കര സന്തോഷം, പറയാൻ വയ്യ. അദ്ദേഹത്തിന് പറയാൻ വാക്കുകളില്ല. കാരണം ആത്മാർത്ഥമായ സമർപ്പണം എന്ന വാക്കിൻ്റെ അർത്ഥം ശരിക്കും പരിശോധിച്ച് നോക്കിയാൽ ഒന്നും പറയാനില്ലെന്നേ പറയാൻ കഴിയൂ. കാരണം എത്ര പറഞ്ഞാലും അത് അധികമാകില്ല. എത്ര എന്താ പറയുക, നമ്മൾ അതിനെ പരത്തി പറഞ്ഞാലും എവിടെയും എത്തുകയുമില്ല. മുരാരി സാറ് മുരാരി സാറ് പറഞ്ഞു കഴിഞ്ഞു, എല്ലാം പറഞ്ഞു കഴിഞ്ഞു നിങ്ങളെക്കുറിച്ച്. അദ്ദേഹത്തിന് ഈ അദ്ദേഹം ഇത് അർഹിക്കുന്നു. തീർച്ചയായിട്ടും അത്തരത്തിലുള്ളൊരു എന്താ പറയുക മനസ്സിൻ്റെ ഉടമയാണ് മഹേഷ്ജി. ഇനി നമുക്ക് പറയാനുള്ളത് മാലം മനോജിനെ കുറിച്ചാണ്. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കലാകാരന്മാരെല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു മാലം മനോജിൻ്റെ ആ ഒരു എന്താ പറയുക കോർഡിനേഷൻ എല്ലാം. ഈ മേള സംയോജനം എന്ന് പറയുമ്പോൾ ആ മേളക്കാരെ മുഴുവൻ ഒരുമിച്ച് കോർത്തിണക്കി അതാത് സമയങ്ങളിൽ കൃത്യമായി അവർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ കൊടുത്ത് അവരോടൊപ്പം നിന്ന് അവരിൽ ഒരാളായി, ഒരിക്കൽ ഇടയ്ക്ക് വായിക്കുന്നു, മറ്റൊരിക്കൽ ചെണ്ട വായിക്കുന്നു, പിന്നെ മദ്ദളത്തിൽ നിൽക്കുന്നു. ഇങ്ങനെ ഇത്രയും ഒരു എന്താ പറയുക ബഹുമുഖ പ്രതിഭയായിക്കൊണ്ട് തന്നെ എല്ലാവരോടൊപ്പം നിന്ന് എല്ലാവരുടെയും ഒരു അംഗമായി, സുഹൃത്തായി, ഒരു നിർദ്ദേശകനായി, ഇതിനെയൊക്കെ സംയോജിപ്പിക്കുന്ന ഒരു സംവിധായകനായി ഒക്കെ നിന്ന മാലം മനോജിനെ വാക്കുകൾ കൊണ്ട് ഞങ്ങൾക്ക് ഒന്നും പറയാനില്ല. എങ്കിലും ഞങ്ങളുടെ ഒരു സ്നേഹാദരവ് ഞങ്ങളുടെ CEO സതീശൻ നായർ നൽകി അദ്ദേഹത്തിന് ഒരു ഉപകാരവും നൽകുകയാണ്. ഇത് ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്, ഈ സൗഹൃദമൊന്ന് ഊട്ടിയുറപ്പിക്കാൻ. അല്ലാതെ ഞങ്ങൾ എന്താ പറയുക, അത് ഞങ്ങൾ ആരുമല്ല. എങ്കിലും ഞങ്ങളുടെ ഈ ഞങ്ങളൊരു കുടുംബത്തിലെ അംഗമായിട്ട് ഞങ്ങളിവിടെ നിങ്ങളെല്ലാവരും പരിഗണിച്ചതിലുള്ള ഞങ്ങളുടെ ഒരു സന്തോഷം പങ്കുവെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. സാധാരണഗതിയിൽ അങ്ങനെ ആരും ചെയ്യാറില്ല. ഞങ്ങളൊരു പ്രോഗ്രാം കഴിയുന്നു, ഞങ്ങൾ പോകുന്നു, അത്രയേ ഉള്ളൂ. പക്ഷേ ഇവിടെ നിന്ന് അങ്ങനെ പോകാൻ ഞങ്ങൾക്ക് തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ സിയോട് പറഞ്ഞു, നമുക്ക് സതീഷേട്ടാ ഇവരോട് എന്തെങ്കിലും നമ്മളൊരു നന്ദി പറഞ്ഞിട്ട് പോകുമ്പോൾ അതിൻ്റെ ഒരു അടയാളപ്പെടുത്തൽ കൂടി വേണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ശരി, ഓക്കെ, എന്നാൽ പിന്നെ മാഷ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. ഏതായാലും ഈ ഒരു അവസരത്തിൽ ഒരു നന്ദി പറയാൻ ഇപ്പോഴാണ് പറ്റിയ സമയം. ഏതായാലും CEO ഞങ്ങളുടെ എല്ലാമായ ശ്രീ സതീശൻ നായർ നിങ്ങളോട് 2 വാക്ക് ഇവരോട് എല്ലാവരും കൂടി ചേർത്തി പറയുന്നു.
വളരെ സന്തോഷം. കാരണം ആദ്യം തന്നെ ഇവർ നമ്മളെ വിളിച്ചതിൽ നന്ദിയുണ്ട്. ആക്ച്വലി മനോജേട്ടൻ വേറൊരു പരിപാടിക്ക് ഞങ്ങളോട് ഇവിടെ വരണം, എക്സിക്യൂട്ടീവ് ഓഫീസർ സംസാരിക്കണമെന്ന് നേരത്തെ കൂട്ടി പറഞ്ഞിരുന്നു. പിന്നീട് വന്നപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. പക്ഷേ ഞങ്ങൾ കുറേ ക്ഷേത്രങ്ങളിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഓരോ ക്ഷേത്രത്തിലും ഓരോ ടൈപ്പും എങ്ങനെ ഞങ്ങളോട് പെരുമാറുന്നു തിരിച്ചങ്ങോട്ടും ഒക്കെ നമുക്കറിയാം. പക്ഷേ ഇവിടെ വന്നപ്പോൾ ടോട്ടലി ഈ ഒരു ഉത്സവം നമ്മൾ വിചാരിച്ചക്കാട്ടിയും 10 ഇരട്ടി ഭംഗിയായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. ഞങ്ങളും അത്ര ഭംഗിയായിട്ട് എൻജോയ് ചെയ്തു. ഇതൊരു ജോലിയല്ല, ഞങ്ങളൊരു സേവനമായിട്ടാണ് കണക്കാക്കെങ്കിലും ഇതൊരു പലരും ഞങ്ങളെ വിളിച്ച് പറഞ്ഞു. ഇപ്പോൾ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോഴും ഞങ്ങളുടെ സ്റ്റാഫ് ഒരു ചെരുപ്പ് വാങ്ങാൻ പോയപ്പോൾ ക്ഷേത്ര മീഡിയ പറഞ്ഞപ്പോൾ ഡിസ്കൗണ്ട് കൊടുത്തു. അത്ര വരെ എത്തി അവരുടെ ഒരു സ്നേഹം. അപ്പോൾ എല്ലാവരോടും സന്തോഷം. കാരണം ഞങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഭാഗമായി തൃശ്ശൂരുള്ള എല്ലാ മെയിൻ ആൾക്കാരെ വിളിച്ചപ്പോൾ അതിലൊരു ഞങ്ങളെയും വിളിച്ചതിൽ വളരെ സന്തോഷം. പക്ഷേ ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ആദ്യ വർഷം വന്നപ്പോൾ തന്നെ ഈ അമ്പലത്തിലെ ഉത്സവം അങ്ങനെ പോരാ, ഞങ്ങൾ കണ്ട ഉത്സവം മാതിരി വേണമെന്ന് ചിന്തിച്ചു. അതിപ്പോൾ നടപ്പിലാക്കി കണ്ടു. അതാണ് ഞങ്ങൾ കുറേ ക്ഷേത്രത്തിൽ കുറേ ഉത്സവങ്ങൾ കണ്ടിട്ടുണ്ട്. അവിടെ കോർഡിനേഷൻ എങ്ങനെ ഒരു ഉത്സവം നടത്താം എന്ന് ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ വിലയിരുത്തുന്നത്. കാരണം പലരും മേഖലയിൽ വരും പോവും, ഇപ്പോൾ മേളക്കാർ വരും പോവും, പക്ഷേ അവർ അല്ല. ഞങ്ങൾ രാവിലെ തുടങ്ങി രാത്രി ലാസ്റ്റ് പോകുന്നത് ഞങ്ങളായിരിക്കും. അപ്പോൾ ഞങ്ങൾ എല്ലാ മേഖലയിലുള്ളവരും കാണുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ തൃപ്പൂണിത്തുറ ക്ഷേത്രത്തിൽ മേളക്കാരെ ആദരിക്കാൻ തീരുമാനിച്ചത്. 100-ൽ പരം മേളക്കാരെ ഞങ്ങൾ ആദരിച്ചു. ഞങ്ങൾ ഉദ്ദേശിച്ച് പുറകിൽ നിൽക്കുന്നവരെ ആദരിക്കുക. കാരണം അവർ റെക്കഗ്നീഷൻ കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്നതാണ്. അവൻ ഞങ്ങൾ തുടങ്ങി വെച്ചു. ഇപ്പോൾ ദേവസ്വം ഏറ്റെടുത്തു. ദേവസ്വം ഇനി എല്ലാ വർഷവും അതുപോലെ 10 കലാകാരന്മാരെ ഡെയിലി ആദരിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അടുത്ത സെക്ഷൻ ഇതായിട്ട് ഞങ്ങൾ ആനക്കാരെ ആദരിക്കുന്നതിന് ആനക്കാരെ പാപ്പാനമാർ മാത്രമല്ല പട്ട വെട്ടുന്നവരടക്കം ആദരിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ അതിലേക്ക് എത്തിയത്. പിന്നെ ഇവിടെ വെച്ചു. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ നമ്മൾ ചിന്തിച്ചു, ആക്ച്വലി ഓഫീസിലുള്ളവർ വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട്. അവരെ ആരും മോട്ടിവേറ്റ് ചെയ്യുന്നില്ല, അവരെ ആരും റെക്കഗ്നേഷൻ ഇല്ല. അപ്പോൾ അതും ഞങ്ങൾ ഏറ്റെടുത്തു. ഇത് മറ്റുള്ളവർക്കൊരു മാതൃകയാകാം. കാരണം ഇവർ കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഈ ഉത്സവം ഇത്ര ഭംഗിയായത്. അപ്പോൾ അവർക്കൊരു റെക്കഗ്നീഷൻ ആവശ്യമാണ്. ഇപ്പം ഞങ്ങൾക്ക് റെക്കഗ്നീഷൻ ആവശ്യമില്ല. കാരണം ഞങ്ങളുടെ ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ സേവനം ചെയ്ത് പോകുന്നു. പക്ഷേ ഇവരാണ് ഇത് അർഹിക്കുന്നത്. അങ്ങനെയാണ് ഞങ്ങളിത് എത്തിപ്പെട്ടത്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും നന്ദി. തീർച്ചയായും ഞങ്ങളെ വിളിച്ചതിനും ഉത്സവം ഗംഭീരമായി ഞങ്ങൾ ചെയ്തു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. തീർച്ചയായും. അപ്പോൾ എല്ലാവരോടും നന്ദി. ഏതായാലും മനോജ് ഞങ്ങളെ ഇവിടെ എത്തിച്ച് അതിന് വഴിവെട്ടി തുറന്നത് അങ്ങാണ്. അത് അങ്ങയുടെ 2 വാക്ക്. നിങ്ങളെ എത്തിച്ചത് ഏറ്റുമാനപ്പനാണ്, ഞാനല്ല. അതാണ് സത്യം. നമ്മൾ പറഞ്ഞു, നമ്മൾ കാണുന്നിടത്ത് വെച്ച് പറഞ്ഞു. പക്ഷേ നമുക്കൊരു ഭാഗ്യം, മുരാരി സാറിനെ പോലെ അരവിന്ദ് സാറിനെ പോലെ നമ്മുടെ ഡെപ്യൂട്ടി ACM പോലുള്ള ഉദ്യോഗസ്ഥ പ്രമുഖരെന്ന് പറയാം അല്ലേ. ഇത് ഈ വളരെ ദീർഘവർഷങ്ങളുള്ള വലിയ ആൾക്കാരുടെ കൂടെ പ്രവർത്തിക്കാൻ സാധിച്ചത് എൻ്റെയും മഹേഷിൻ്റെയും ഭാഗ്യമാണ്. അത്ര എനിക്ക് പറയാനുള്ളത്. മഹാഭാഗ്യമായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നു. തീർച്ചയായിട്ടും എടുത്തു വരേണ്ട മുരാരി സാറിനെ കുറിച്ചാണ്. മുരാരി സാറിൻ്റെ വളരെ സർവീസിലെ അനുഭവങ്ങൾ, പ്രത്യേകിച്ച് ഈ ആനയൊക്കെ കൈകാര്യം ചെയ്യും എല്ലാവർക്കും പറ്റാത്തൊരു കാര്യമാണ്. അദ്ദേഹത്തിന് ഈ ഓരോ ആനകളെയും കുറിച്ചൊക്കെ വ്യക്തമായ ഒരു പിക്ചർ, ഒരു ഡേറ്റാ ബുക്ക് അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം തയ്യാറാക്കിയ ഡേറ്റ വ്യക്തമാണ്. ആ ആനയ്ക്ക് എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ അദ്ദേഹം പറയും. അതൊക്കെ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ദൈവാധീനമാണ്. അദ്ദേഹത്തിനെ പോലെയുള്ള വലിയ പ്രതിഭകളുടെ കൂടെയൊക്കെ നമ്മളൊരു നമ്മുടെ ഭാഗ്യമായി കരുതുന്നു. തീർച്ചയായിട്ടും. ഒരു കാര്യം കൂടി അതായത് പറഞ്ഞില്ല. അതായത് ഞങ്ങൾ പല ക്ഷേത്രം കണ്ടുകൊണ്ട് ടൈമിംഗ് ആണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. കാരണം ഞങ്ങൾ 7 മണിക്ക് 7:15 ഇവിടെ കോലം കയറ്റി ഇന്ന് അത് തുടങ്ങുമെന്ന് പറഞ്ഞപ്പോൾ അവിടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ ടൈം നോക്കിയിട്ടാണ് ഞങ്ങൾ രാവിലെ ഫ്രഷ് ആവുന്ന ടൈം ഡിസൈഡ് ചെയ്യുക. പല ക്ഷേത്രങ്ങളിലും 7 മണി പറഞ്ഞാൽ ചിലപ്പോൾ 8 മണിയാവും, 7 മണി പറഞ്ഞാൽ ചിലപ്പോൾ 7:30 നടക്കും, അല്ലെങ്കിൽ 8:30 നടക്കും. ഇവിടെ എന്നും 10 ദിവസവും 7 മണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 7:30 കോലം കയറി നാശനം തുടങ്ങി 9:30 എന്ന് പറഞ്ഞ സമയത്ത് മേളം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് കോർഡിനേറ്റ് ചെയ്തതിന് അത് ഒരു എളുപ്പമുള്ളൊരു കാര്യമല്ല. പക്ഷെ അത് സഹായിച്ചെടുത്ത് വളരെ ഞങ്ങൾ റിയലി അപ്രിഷ്യേറ്റ് ചെയ്യുന്നു അങ്ങനത്തെ ഒരു കാര്യം. കാരണം അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം ടൈം പങ്ക്ച്വാലിറ്റി ആണ് ഏറ്റവും, പ്രത്യേകിച്ച് ഇത്രയും ആൾക്കാർ ടൈമിന് വരണം. പക്ഷേ ഞങ്ങൾ ശ്രദ്ധിച്ചു 9:30 മേളം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എന്നും. തീർച്ചയായിട്ടും. അത് കാരണം എന്ന് വെച്ചാൽ ഈ ആധ്യാത്മികതയിൽ തന്നെ പറയുന്നുണ്ട് മുഹൂർത്തം എന്ന് പറയുന്നത്. അത് കൃത്യസമയത്ത് ചെയ്തില്ലെങ്കിൽ ആ മുഹൂർത്തം തെറ്റിപ്പോയാൽ പിന്നെ ആ പ്രവൃത്തി ചെയ്തുകൊണ്ട് ഒരു കാര്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ അതൊരു പക്ഷേ അനുഭവജ്ഞാനമുള്ള സാർക്ക് അത് അറിയുമായിരിക്കും. മാത്രമല്ല ഞങ്ങൾ ആനയുടെ ആദരവിനെ കുറിച്ച് പറഞ്ഞ സാറാണ് അതിനെ ഇനോഗ്രേറ്റ് ചെയ്തത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഈ ആനകളൊക്കെ കൃത്യസമയത്ത് അണിഞ്ഞൊരുങ്ങി ഇവിടെ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലൊരു മനുഷ്യ പ്രയത്നമുണ്ട്. ആ പദപ്രയോഗം വളരെയധികം ഉദാത്തമായി തോന്നി. ആ മനുഷ്യ പ്രയത്നത്തെ ഞങ്ങളവിടെ ആദരിച്ചത്. ഏതായാലും ഇത്രയും നല്ലൊരു സൗഹൃദ വലയത്തിൽ നിന്നുകൊണ്ട് ക്ഷേത്ര മീഡിയയ്ക്ക് ചെയ്യാൻ കഴിഞ്ഞ ഒരു ചെറിയ എളിയ ഒരു കർമ്മം അനുഷ്ഠിച്ചു എന്നുള്ള ചാരിതാർത്ഥ്യത്തോടു കൂടി എല്ലാവരോടും ഒരിക്കൽ കൂടി ഞങ്ങൾ യാത്ര ചോദിക്കുന്നു. നമുക്ക് അടുത്ത ക്ഷേത്ര മീഡിയ ഞങ്ങൾക്ക് എത്ര
പ്രശംസിച്ചാലും അല്ലെ എത്ര സ്നേഹിച്ചാലും മതിവരാത്ത ഒരു ദൃശ്യമാധ്യമമായി മാറിയിരിക്കുകയാണ്. കാരണം ഏറ്റുമാനൂരപ്പൻ്റെ മഹാത്മ്യവും ഏഴരപ്പൊന്നാനയുടെ മഹാത്മ്യവും കാലാതീതമാണ്. ആ മഹാത്മ്യത്തെ ലോകം മുഴുവൻ എത്തിച്ച എന്ന് തന്നെ പറയാം, ലോകം മുഴുവൻ എത്തിച്ച എന്നെ ഒരുപാട് വിദേശത്തു നിന്നൊക്കെ ഒരുപാട് ആളുകൾ വിളിച്ചത് കണ്ടിട്ട്. അപ്പോൾ അതിൻ്റെ പ്രാധാന്യത്തോടു കൂടി അതിൻ്റെ നരേഷൻ, അദ്ദേഹം അത് നരേറ്റ് ചെയ്യുന്ന ഒരു രീതി, അത് പറയുന്നത്, അപ്പോൾ ഇതെല്ലാം നമ്മളുടെ എന്താ പറയുന്നത്, അതിൻ്റെ വിവരണങ്ങളിലൂടെയാണ് ഈ കാര്യങ്ങളൊക്കെ ഭംഗിയായി പോകുന്നത്. അത് വളരെ ഭംഗിയായി ചെയ്തു. അതുപോലെ തന്നെ CEO അദ്ദേഹം കഴിഞ്ഞ ഒരു 4-5 ദിവസമായിട്ട് ഇവിടെ ഉണ്ടെന്നാണ് ഞാൻ കാണുന്നത്. ആദ്യം തൊട്ടുണ്ടെന്ന് ഞാൻ കണ്ടില്ല, അത് 10 ദിവസമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു CEO ഇവിടെ വന്ന് ഇങ്ങനെ ഈ കാര്യങ്ങൾ ഇത്രയും ഭംഗിയായി. പിന്നെ നമ്മൾ ഈ എന്താ പറയുക, ട്രിപ്പിൾ എന്താണ് ഇതിൻ്റെ പേര് പറയുന്നത്, ഈ സ്റ്റാൻഡിന് പറയണേ, ട്രൈപ്പോഡ്. ഈ ട്രൈപ്പോഡൊക്കെ തൂക്കി ഈ ന്യൂമാറ്റിക് ക്യാമറയുമായിട്ട് ഈ ആളിൻ്റെ ഇടയിലൂടെ അവർ ആ ക്യാമറാമാന്മാർ നടത്തിയൊരു സേവനം അത് സാധാരണഗതിയിൽ നമ്മൾ കാണാറില്ല. ഇതെല്ലാം ഒരു സമർപ്പണമായിരുന്നു, ഭഗവാനുള്ള സമർപ്പണമായിരുന്നു. ആ സമർപ്പണത്തെ പൂർണ്ണാർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഏറ്റുമാനൂർ ദേവസ്വം, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വേണ്ടിയിട്ട് ക്ഷേത്ര മീഡിയയ്ക്ക് ഒരു ആദരവ് അർപ്പിക്കുകയാണ്. അത് സ്വീകരിക്കണമെന്ന് ക്ഷേത്ര മീഡിയയോട് വളരെ വിനീതമായി ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. അതാണ് ഇങ്ങോട്ട് വന്നാൽ അവിടെ കുഴപ്പമുണ്ടോ, വെച്ചിട്ട് വരില്ല. ഒരു കുടുംബം പോലെയാണ് ഇവിടെ. അങ്ങനെ കാണുമ്പോൾ എളുപ്പമായിട്ട് തോന്നും. വൈക്കോടൊക്കെ തിരക്കിനിടയിൽ ഇതിനകത്തൂടെ കൊണ്ടു നടക്കുക എന്ന് പറയുമ്പോൾ ഈസിയല്ല. ഏതായാലും വളരെ മനോഹരമായ, ഹൃദ്യമായ ഒരു പ്രഭാതം. ഈ ഒരു പ്രഭാതത്തിൽ നിന്ന് നമുക്ക് ഈ ഒരു കൂട്ടായ്മയിലൂടെ പലതും പഠിക്കാനും അറിയാനും സാധിച്ചു. ആ ഒരു അനുഭവ സമ്പത്തുമായി ഞങ്ങൾ ഇനിയും മുന്നോട്ട് ഈ ഒരു ക്ഷേത്ര സംവിധാനത്തിൽ വീണ്ടും ഒരിക്കൽ കൂടി വന്ന് മഹാദേവൻ്റെ ഉത്സവം ഇതുപോലെ ചെയ്ത് പൂർത്തീകരിക്കുവാൻ അവിടുന്ന് വിളിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി എല്ലാവരോടും ഒരിക്കൽ കൂടി ഞങ്ങൾ ക്ഷേത്ര മീഡിയ നന്ദി പറയുന്നു. ക്യാമറമാൻ വിനോദ് ചന്ദ്രനോടൊപ്പം ഞാനും മാണിക്കൻ മഞ്ഞാടി, CEO സതീശൻ നായർ, ക്ഷേത്ര മീഡിയ തൃശ്ശൂർ.